ചെമ്മീൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിനി ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ഇവിടെ നന്നാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു പീസ് കുടംപുളിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണിത്. നമുക്ക് വേവിക്കണ നേരത്ത് വെള്ളം ഒഴിക്കേണ്ട, ഒരു 5-6 മിനിറ്റ് നേരം വേവിച്ചാൽ മതി. വെള്ളം ഒഴിക്കാതെ തന്നെ അതിനകത്ത് തന്നെ വെള്ളം ഉണ്ടാവും. അപ്പം അങ്ങനെ വേവിച്ചെടുത്തതാണിത്. നമ്മൾ ഇതിനകത്ത് കുടംപുളി ചേർക്കുന്നത് ചെമ്മീൻ ഒരു മധുരിപ്പ് ഉണ്ടാവും, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കുടംപുളി ചേർത്ത് വേവിക്കുന്നത്. നമുക്കിനിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ്, അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വേഗം വഴന്നു വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വരാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചാക്കുന്നത്. അപ്പോൾ നമുക്ക് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. സവാളയൊക്കെ ഇപ്പോൾ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇത് വലിയ ക്യാപ്സിക്കാണെങ്കിൽ പകുതി മതി. ഇതിപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കാണ്, അപ്പോൾ അത് ഞാൻ മുഴുവനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ തക്കാളിയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ആ ക്യാപ്സിക്കവും തക്കാളിയും ഒന്ന് വേവുന്ന വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊരു 5 മിനിറ്റ് നേരം ഇത് മൂടി വെച്ച് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.